ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിജി. എല്ലാവർക്കും SR ഹോബീസിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് സാധാരണ പച്ചരി വെച്ചല്ല തയ്യാറാക്കുന്നത്. നമ്മൾ നെല്ല് നേരത്തെ ഉണങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ നെല്ല് പുഴുങ്ങാതെ തന്നെ നേരിട്ട് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി കുത്തി എടുത്തുകൊണ്ട് വന്നതാണിത്. ഇത് നമുക്ക് ആവശ്യത്തിന് എടുത്ത് നമുക്ക് ഉണ്ണിയപ്പമൊക്കെ തയ്യാറാക്കാം. ഇത് 2 ഗ്ലാസ് അളവിൽ നമുക്ക് അളന്നെടുക്കാം. പുറത്തുനിന്ന് ഇതവണ ഉണക്കലരി മേടിച്ച് നമുക്ക് തയ്യാറാക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ഗ്ലാസ് അവലും കൂടെ ചേർത്ത് നമുക്ക് കുതിർത്തിയെടുക്കാം. ഞാൻ നേരത്തെ തന്നെ കുതിർത്തിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അവലും അരിയും കൂടെ. അതാണിത്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ട ശർക്കര പാനി ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഇതുപോലത്തെ 2 ഉണ്ട ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലൂടെ ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര ഉരുകാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി മിക്സിയുടെ ജാറിലോട്ട് ആക്കി കൊടുക്കാം. ശർക്കര പാനി ഞാൻ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് നമുക്ക് നടിച്ചുകൊണ്ട് വരാം. ചെറിയ ചൂടോടുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ തരിതരിപ്പായിട്ട് ഞാൻ മൊത്തത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ റെസ്റ്റ് ഒന്നും ചെയ്യാൻ വയ്ക്കുന്നില്ല. ഉണ്ണിയപ്പച്ചട്ടി ചൂടാവണ സമയം കൊണ്ട് തന്നെ അത്ര റെസ്റ്റ് ചെയ്യണുള്ളൂ. അടുത്തതായിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ കളറൊക്കെ നല്ലൊരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന എള്ളി ചേർത്ത് കൊടുക്കാം. എള്ളും കൂടെ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം, ചെറിയ ചൂടോടുകൂടി തന്നെ. ആ നെയ്യും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റെസ്റ്റൊന്നും ചെയ്യുന്നില്ല, ഉണ്ണിയപ്പം ഇപ്പം തന്നെ റെഡിയാക്കുകയാണ്. അതിന് വേണ്ടി ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ കുടിയിലും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാറ്റർ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നിറച്ച് ഒഴിച്ചു കൊടുക്കരുത്, അന്നേരം പുറത്തോട്ട് തള്ളിപ്പോകും. ഉണക്കലരി കൊണ്ട് ഉണ്ണിയപ്പം തയ്യാറാക്കുമ്പോൾ നമ്മൾ കുറച്ചധികം നേരം വേവാനുണ്ടത്. അതുകൊണ്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് വെയിറ്റ് ചെയ്യണം. മറ്റേ ഉണ്ണിയപ്പം പോലെ പെട്ടെന്നൊന്നും റെഡി ആവുകയില്ല. നല്ല ടേസ്റ്റാണ് തന്നെ. നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഉണക്കലരിയും അതുകൊണ്ട് നമ്മൾ സോഡാപ്പൊടി ഒന്നും ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടില്ല, അവലുമാണ് ചേർത്തിട്ടുള്ളൂ, പിന്നെ ശർക്കരയും. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. ഇത് കുട്ടികൾക്ക് ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.